നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ കുറേ പേർ ജോലി ഒഴിവുകളുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. അവർ ചോദിച്ചിട്ടുള്ള ജോലികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ 2026 ആരോഗ്യ പരിചരണം, ഏജ് കെയർ, നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, മെക്കാനിക്കൽ ട്രേഡുകൾ, ടീച്ചർ, ഡ്രൈവർ, ഒപ്റ്റോമെട്രിസ്റ്റ് തുടങ്ങിയ മേഖലകളിൽ വിദേശ തൊഴിലാളികൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ട്. നിരവധി സ്ഥാപനങ്ങൾ വിസ സ്പോൺസർഷിപ്പും നൽകുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. രജിസ്റ്റേർഡ് നേഴ്സ് ഏജ്ഡ് കെയർ, ക്വീൻസ്ലാൻഡിലാണ് ഒഴിവുകളുള്ളത്. പ്രതിവർഷം 88,000 മുതൽ 1,10,000 AUD വരെ ശമ്പളം ലഭിക്കുന്നുണ്ട്. 482 വിസ സ്പോൺസർഷിപ്പ് ട്രാൻസ്ഫർ ലഭ്യമാണ്. ചില സ്ഥാപനങ്ങൾ സൗജന്യ താമസ സൗകര്യം നൽകുന്നുണ്ട്. നഴ്സിംഗ് യോഗ്യതയും അനുഭവ പരിചയവും ആവശ്യമാണ്. അപേക്ഷിക്കേണ്ടത് സീക്ക് ഓസ്ട്രേലിയ ജോബ്സിലാണ്. ഇതിൽ ധാരാളം നഴ്സുമാരുടെ ഒഴിവുകളും ഏജ് കെയർ ആൾക്കാരുടെ ആവശ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. രണ്ടാമത് മെക്കാനിക്കൽ ഫിറ്റർ വിഭാഗത്തിൽ സൗത്ത് ഓസ്ട്രേലിയയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര ജോലിയാണ്. വിസ സ്പോൺസർഷിപ്പ് ആൻഡ് റീലൊക്കേഷൻ സപ്പോർട്ടുണ്ട്. മെഷീൻ മെയിൻ്റനൻസ് പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ടത് സീക്ക് ഓസ്ട്രേലിയ ജോബ്സ് മുഖേനയാണ്. പിന്നെ ഹെഡ് ഷെഫിൻ്റെ ഒഴിവുകളുണ്ട്. മെൽബോണിലാണ് അവസരമുള്ളത്. 80,000 മുതൽ 85,000 AUD വരെ ശമ്പളം ലഭിക്കും. വിസ സ്പോൺസർഷിപ്പ് ലഭ്യമാണ്. ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ പരിചയമാണ് ആവശ്യം. അപേക്ഷിക്കേണ്ടത് സീക്ക് ഓസ്ട്രേലിയ ജോബ്സിൽ കൂടെയാണ്. ചൈൽഡ് കെയർ എഡ്യൂക്കേറ്ററുടെ ഒഴിവുകൾ സിഡ്നിയിൽ വന്നിട്ടുണ്ട്. 482 വിസ സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ അംഗീകൃത തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യാൻ വിദഗ്ധരായ തൊഴിലാളികളെ അനുവദിക്കുന്ന തൊഴിലുടമ സ്പോൺസർ ചെയ്ത താൽക്കാലിക വിസയാണ് 482 വിസ എന്ന് പറയുന്നത്. ഈ 482 വിസയുണ്ടെങ്കിൽ അതിന് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ എന്നാണ് പറയുന്നത്. 2024 ഡിസംബറോടെ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസയ്ക്ക് പകരമായാണ് ഈ പുതിയ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. ഈ വിസയിൽ തുടർച്ചയായി ജോലി ചെയ്യുന്നവർക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി PR നേടാനും അവസരമുണ്ട്. ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനാണ് അഭികാമ്യമായിട്ടുള്ളത്. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളുമുണ്ട്. അപേക്ഷിക്കേണ്ടത് സീക്ക് ഓസ്ട്രേലിയ ജോബ്സിൽ തന്നെയാണ്. അടുത്തതായിട്ട് മൈനിങ് ആൻഡ് എക്സ്കവേറ്റർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ് ഒഴിവുകൾ ഉള്ളത്. മൈനിങ് പ്രോജക്ട്സ്, വിസ സ്പോൺസർഷിപ്പ് അവസരങ്ങളുണ്ട്. FIFO റോസ്റ്റർ സംവിധാനം അനുസരിച്ചാണ് ജോലി ഉണ്ടാകുന്നത്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി റൊട്ടേഷൻ സംവിധാനത്തിനെയാണ് FIFO സംവിധാനം എന്ന് പറയുന്നത്. പ്രധാനമായും വിദൂര സ്ഥലങ്ങളിലെ പ്രോജക്റ്റുകളിൽ, ഉദാഹരണത്തിന് മൈനിങ്, ഓയിൽ റിഗുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ആസൂത്രണം ചെയ്യുന്ന ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് FIFO ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് ജോബ് റൊട്ടേഷനുകളിൽ ഈ തത്വം വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. പിന്നെ വരുന്നത് 6ാമത് ജോലി ഒഴിവുകളുള്ളത് ഏജ്ഡ് കെയർ വർക്കർ ആണ്. കെയർ അസിസ്റ്റന്റ്, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അവസരമുള്ള മേഖലകളിൽ ഒന്നാണിത്. കെയർ ഗിവർ, സപ്പോർട്ട് വർക്കർ, അസിസ്റ്റന്റ് നേഴ്സ് തുടങ്ങിയ തസ്തികകളിൽ ധാരാളം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏജ് കെയർ മേഖലയിൽ വലിയ തൊഴിലാളി ക്ഷാമം നേരിടുന്നുണ്ട്. അപേക്ഷിക്കേണ്ടത് ഹെൽത്ത് കെയർ ഓസ്ട്രേലിയ കരിയേഴ്സിലൂടെയാണ്. ഹെൽത്ത് കെയർ ഓസ്ട്രേലിയ കരിയേഴ്സ് എന്നുള്ള വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ 7ാമത് ഇംഗ്ലീഷ് ടീച്ചറുടെ ഒഴിവുകളുണ്ട്. NSW ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതിലാണ് നോക്കേണ്ടത്. NSW ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ വേക്കൻസീസ്. ഇതിലും ടീച്ച് ക്വീൻസ്ലാൻഡ് ജോബ്സ് എന്ന 2 വെബ്സൈറ്റുകളുണ്ട്. ഈ 2 വെബ്സൈറ്റിലും നിങ്ങൾക്ക് ടീച്ചിങ് ഉൾപ്പെടെ നിരവധി ഒഴിവുകൾ ഇപ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. 2026 ജൂൺ 24 വരെ അപേക്ഷിക്കാവുന്ന അധ്യാപക ഒഴിവുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഓസ്ട്രേലിയയിലെ സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇംഗ്ലീഷ് അധ്യാപകരുടെ ആവശ്യം തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ അധ്യാപകരുടെ കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ശമ്പളം സാധാരണയായി ഒരു വർഷം 75,000 AUD മുതൽ 1,20,000 AUD വരെയാണ്. 8ാമത് ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ ഒഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. സ്പെക്സേവേഴ്സ് ഓസ്ട്രേലിയ ജോബ്സ് എന്ന വെബ്സൈറ്റിലും OPSM കരിയേഴ്സ് എന്ന വെബ്സൈറ്റിലും ഇതിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് സഹിതം വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്പെക്സ് സേവേഴ്സ് ഓസ്ട്രേലിയ ജോബ്സ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. SPECSAVERS ഓസ്ട്രേലിയ ജോബ്സ്. അടുത്തത് OPSM കരിയേഴ്സ്. ഈ 2 വെബ്സൈറ്റുകൾ നോക്കിയാൽ മതി.
ബ്രിസ്ബെയിൻ, ഗോൾഡ് കോസ്റ്റ്, സൺഷൈൻ കോസ്റ്റ് മേഖലകളിൽ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വീൻസ്ലാൻഡ്, NSW, WA സംസ്ഥാനങ്ങളിൽ നിരവധി ഒപ്റ്റോമെട്രി അവസരങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. ശമ്പളമുള്ളത് പ്രതിവർഷം 90,000 AUD മുതൽ 1,50,000 AUD വരെ ലഭിക്കാവുന്ന ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 9ാമത് ഹെവി ട്രക്ക് ഡ്രൈവറുടെ ഒഴിവുകളെക്കുറിച്ചാണ് പറയുന്നത്. ലിൻഫോക്സ് കരിയേഴ്സ് എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കാനുള്ള ലിങ്കും വിശദവിവരങ്ങളും നൽകിയിട്ടുള്ളത്. HC ഡ്രൈവർ, ഫ്യുവൽ ഡ്രൈവർ, ട്രക്ക് ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. ചില ജോലികൾക്ക് 1,60,000 AUD വരെ വാർഷിക വരുമാനം പരസ്യപ്പെടുത്തിയിട്ടുമുണ്ട്. 10ാമത് സിവിൽ എഞ്ചിനീയർ വേക്കൻസിയെക്കുറിച്ചാണ് പറയുന്നത്. AECOM കരിയേഴ്സ് എന്ന വെബ്സൈറ്റിൽ വിശദവിവരങ്ങൾ ലഭ്യമാണ്. ഗ്രാജുവേറ്റ് സിവിൽ എഞ്ചിനീയർ ഉൾപ്പെടെ നിരവധി സിവിൽ എഞ്ചിനീയറിംഗ് അവസരങ്ങളാണ് നിലവിലുള്ളത്. ബ്രിസ്ബെയിൻ, ഗോൾഡ് കോസ്റ്റ്, സൺഷൈൻ കോസ്റ്റ് മേഖലകളിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ജോലിക്ക് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റുകൾ പൊതുവെ സീക്ക് ഓസ്ട്രേലിയ, ലിങ്ക്ഡിൻ ജോബ്സ് ഓസ്ട്രേലിയ, 482 ജോബ്സ് ഓസ്ട്രേലിയ, ഹെൽത്ത് കെയർ ഓസ്ട്രേലിയ കരിയേഴ്സ് എന്നിവയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ച്, പ്രത്യേകിച്ചും 10 ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും അപേക്ഷിക്കാനുള്ള ലിങ്കുമെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കുറേ ജോലി ഒഴിവുകളുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ജോലികളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ജോലി ഒഴിവുകളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാജ്യത്തെ, ജർമ്മനിയോ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമുള്ള ജോലി അവസരങ്ങൾ ഉണ്ടോ എന്നറിയണമെങ്കിൽ അതും കമൻറ്റിൽ നിങ്ങൾ ഒന്ന് പറയൂ. അതിനനുസരിച്ച് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അത് ലഭിക്കുന്നതിന് വേണ്ടി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.